5 തെങ്ങിലും ഉണ്ട്, പഠിച്ച പിള്ളേരും ഉണ്ട്, ഈ ജോലി നാടാനുള്ള പിള്ളേരും ഉണ്ട്. ഞങ്ങൾ സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങിയതാ, ഞങ്ങൾക്ക് തരണ്ട. ഒന്ന് ബ്രീഫ് ചെയ്യാവോ എന്താണെന്നുള്ളത് മീൻസിലെ കാര്യങ്ങൾ? മിനിറ്റ്സിലെ കാര്യം സാറിനോട് ഞാൻ ഈ ഓഫീസിൽ പോയപ്പോൾ സാറ് പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിന്ന് പറഞ്ഞിട്ടില്ല. അന്നൊരു ഓക്കെ അന്ന് മീറ്റിങ്ങിൽ സംസാരിച്ചതിൽ ADMന്റെ അധ്യക്ഷതയിലാണ് അന്ന് മീറ്റിംഗ് നടന്നത്. ഓക്കെ, ഞാൻ സാറിനോട് വന്ന് പറഞ്ഞു ജൂൺ 5 11 മണിക്ക് ചിറയൻകീഴ് പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് ആ മീറ്റിംഗ് നടന്നത്. എല്ലാ വകുപ്പുകളും ഉണ്ടായിരുന്നു. നിങ്ങൾ വിളിച്ചത് ട്രോളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് വിളിച്ചത്. ഓക്കെ, പക്ഷേ നമ്മൾ സംസാരിച്ചത് ഏറ്റവും കൂടുതൽ മുതലപ്പൊഴി വിഷയമായിരുന്നു. ഇത്രയും സാർ സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, മീറ്റിംഗിലെ തീരുമാനങ്ങൾ എന്തായിരുന്നു? ഓക്കെ, ആ മീറ്റിങ്ങിലെ തീരുമാനങ്ങൾ ഫസ്റ്റ് വന്നേക്കുന്നത് ഒരു സ്വകാര്യ ബോട്ട്, 2 റെസ്ക്യൂ വള്ളങ്ങളും 2 എണ്ണം വാടകയ്ക്ക് എടുക്കുന്നതാണ്. കൂടാതെ മുതലപ്പൊഴിയിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ആംബുലൻസ്, 2 പാരാമെഡിക്കൽ സ്റ്റാഫ് സദാ പ്രവർത്തന സജ്ജമാണെന്ന് ഉറപ്പുവരുത്തും. മുതലപ്പൊഴിയിൽ 30 ലൈഫ് ഗാർഡുമാരെ 3 ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ 24 മണിക്കൂർ സജ്ജമാക്കും. ഓക്കെ, ഫസ്റ്റ് തീരുമാനം. 2 ഓട്ടോമാറ്റിക് റിമോട്ട് ലൈഫ് ബോർഡ് 2 എണ്ണം മുതലപ്പൊഴിയിൽ ടോൾ ബാൻ തുടങ്ങുന്നതിന് മുമ്പ് ലഭ്യമാക്കും. ഓക്കെ, സമ്മതിച്ചല്ലോ. സാർ നേരത്തെ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പെരുമാതുറ, താഴമ്പള്ളി ഫിഷിംഗ് ഹാർബറുകളിൽ മാലിന്യമുക്തം. ഓക്കെ, പോട്ടെ. ഈ അപകടം നടന്നു, ഈ മീൻസിലെ കാര്യങ്ങളൊന്നും പാലിച്ചില്ല, ഈ ഒരു കാര്യങ്ങളും നിങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഈ പറഞ്ഞതിലേതെങ്കിലും പാലിച്ചിട്ടുണ്ടോ? ഒരു കാര്യങ്ങളും പാലിച്ചിട്ടില്ല എന്നുള്ള. ബോയെ ഇവിടെ കൊണ്ടുവന്നു. ആ സമയത്ത് ബോയയുടെ കാര്യം സംസാരിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എത്ര സ്പീഡുള്ള സാധനമാണ് നിങ്ങൾ ഓർഡർ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് അത് ഞങ്ങൾക്ക് അറിയത്തില്ല, വന്നു കഴിയുമ്പോൾ അറിയത്തില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. സാറിന് വീഡിയോ റെക്കോർഡർ ചെയ്യണമോ? അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ കാറ്റലോഗും മറ്റു കാര്യങ്ങളും ഉണ്ട്. ആ കാറ്റലോഗ് വെച്ചിട്ട് ഉള്ള ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് പറയാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞു. എത്രയാണെന്നൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ട് അറിയത്തില്ല, വന്നു കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ ചോദിച്ചു, ഒന്ന് ഇതുപോലെ റോബോട്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇതിനേക്കാളും തിരയടി കുറവുള്ള സ്ഥലത്ത് പരീക്ഷിച്ചിട്ട് ആ സംഭവം ഫെയിലിയറായി പോയത്, ആ സാധനമാണോ ഇവിടെ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു. അപ്പം നിങ്ങൾ പറഞ്ഞത് അതല്ല, വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, ഞങ്ങൾ നിങ്ങളെല്ലാം വിളിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ പരീക്ഷണം നടത്തി, അത് പരാജയമായിരുന്നു. ഓക്കെ അല്ലേ? സമ്മതിച്ചല്ലോ. അതിനുശേഷം നിങ്ങൾ എന്ത് നടപടിയാണ് ചെയ്തത്? നിങ്ങൾ എന്താണ് ചെയ്തത്? മുതലപ്പൊഴിയിൽ അതിശക്തമായ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ബന്ധപ്പെട്ടവർ നേരത്തെ നൽകിയ ഉറപ്പുകൾ ഒന്നും പാലിച്ചില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ അധികൃതരോട് പറയുന്നത്, പരിഭവപ്പെടുന്നത്, പരാതി പറയുന്നത്. ഒപ്പം വലിയ പ്രതിഷേധവും അവർ രേഖപ്പെടുത്തുകയാണ്. ഇപ്പോഴും കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. പക്ഷേ ആ തെരച്ചിൽ ഊർജിതമല്ല എന്നുള്ള വിമർശനം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ അവർ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്.